ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹന്റെ ഡേ 44ലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഒരു കപ്പ് കോഫി അല്ലെങ്കിൽ ചൂട് ചായയായിട്ട് വന്നിരുന്ന ഒരു ദിവസം ടീച്ചറമ്മയ്ക്കൊപ്പമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ കമൻസിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എത്രത്തോളം സന്തോഷമാണ് തരുന്നതെന്നറിയാമോ. ഈ 365 ഡേയ്സ് ജേണി ഇന്ന് 44 ദിവസം കടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ സന്തോഷം നിറയുകയാണ്. എൻ്റെ സന്തോഷം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീച്ചറമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്ന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല ശുഭപ്രതീക്ഷയോടെ ഇരിക്കണം. ടീച്ചർമാ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മക്കൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്തോ? ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്തവരൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഡൺ എന്ന ചാറ്റ് ബോക്സിലിടുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നന്ദി പറയുകയാണ്. നമുക്ക് എത്രത്തോളം നന്ദിയുണ്ടോ അത്രത്തോളം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. പല മനുഷ്യരെയും കണ്ടിട്ടില്ലേ, അവർക്കൊന്നിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. അവർ മനസ്സിൽ തട്ടി ഒന്നും നന്ദി പറയാറില്ല. ചിലർ പറയും, പക്ഷേ മനസ്സിൽ തട്ടിയുള്ള നന്ദി പറച്ചിലൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർ ഭയങ്കര കണ്ണിങ് നേച്ചറായിരിക്കും, അതായത് സൂത്രശാലിയായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലൊരു നന്മയോ ഒരു സ്നേഹമോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ വലിയ വിജയമൊന്നും ലഭിക്കില്ല. എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ശുദ്ധ മനസ്സുള്ള മനുഷ്യരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ നല്ല പോസിറ്റീവായിട്ടിരിക്കണം, ചിരിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ടീച്ചറമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. മക്കളെ, നിങ്ങളൊരു തോൽവിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ബിസിനസ് പരാജയപ്പെട്ടോ? ജോലി നഷ്ടപ്പെട്ടോ? എക്സാമിൽ ഫെയിലായോ? റിലേഷൻഷിപ്പിൽ കുറേയധികം തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണോ? എനിക്കറിയാം പലരും ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കഥ നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷയും വളർത്തും. പരാജയം എന്ന് പറയുന്നത് ദൈവമിടുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഒരു കോമ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഒരിക്കലൊരു പരാജയത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു പരാജയത്തിൻ്റെ കഥ പറയാനുണ്ടാവും അല്ലേ? നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കളെ, ഒരിക്കൽ ഒരു യുവാവ് ഒരു സൂഫി സന്യാസിയുടെ അടുക്കൽ എത്തുകയാണ്. എത്തിയതിനു ശേഷം ആ പയ്യൻ സൂഫി സന്യാസിയോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഞാൻ പലതും ചെയ്തു നോക്കി, ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല, പക്ഷെ എല്ലാത്തിലും ഞാൻ പരാജയപ്പെടുകയാണ്, ഒന്നിലും എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, ദൈവം പോലും എന്നെ കളഞ്ഞിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ കരയാൻ തുടങ്ങി. സൂഫി സന്യാസി പറഞ്ഞു, നീ എനിക്കൊപ്പം വരിക. അദ്ദേഹം ഒരു പഴയ കിണറിനടുത്തെത്തി. എന്നിട്ട് അദ്ദേഹം ആ യുവാവിനോട് പറഞ്ഞു, താഴെ നിന്നൊരു കല്ലെടുക്കും. പയ്യൻ ആ കല്ലെടുത്ത് സൂഫി സന്യാസിയുടെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം ഈ കല്ലിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടെ നീ എന്താ കണ്ടത്? അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കല്ല് താഴേക്ക് പോയി. അപ്പോൾ സൂഫി സന്യാസി അടുത്തതായിട്ട് മണ്ണ് മാന്തിയിട്ട് ഒരു വിത്ത് ആ മണ്ണിനടിയിൽ നട്ടു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ നീ എന്താ കണ്ടത്? ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ സൂഫി സന്യാസി പറഞ്ഞു, ഇവിടെ കല്ലെറിഞ്ഞപ്പോൾ അതാദ്യം പതുക്കെ അത് താഴേക്ക് പോയി, പക്ഷേ നീ ആ വിത്ത് നട്ടപ്പോൾ ആ വിത്ത് താഴേക്ക് പോയി. അവിടെ നിന്ന് ഒരു പുതിയ തുടക്കത്തിന് പ്രാരംഭം കുറിക്കുകയാണ്. രണ്ടും താഴേക്കാണ് പോയത്. ഒരെണ്ണം അങ്ങ് താഴേക്ക് പോയി, പക്ഷേ മണ്ണിലേക്കിട്ട വിത്ത് ആ താഴെ നിന്ന് അടുത്ത ഒരു കുതിച്ചുയരലിന് വേണ്ടി തയ്യാറാകുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ഗ്രോത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മക്കളെ, നമ്മളിൽ പലരും ഇതുപോലെയാണ്. ലൈഫിൽ പല പരാജയങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരും. ചിലർ ആദ്യത്തെ കല്ലുപോലെ അങ്ങ് പോകും, തകർന്നടിയും. ചിലരെന്ത് ചെയ്യും, ഒന്ന് താഴോട്ട് പോയാലും അതിശക്തമായിട്ട് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നിട്ടുള്ളവരെ വിജയം തീർത്തിട്ടുള്ളൂ, ശരിയല്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഓരോ മനുഷ്യരും
വിജയിച്ച ഓരോ മനുഷ്യരുടെയും ഇൻ്റർവ്യൂസും അവരുടെ പോഡ്കാസ്റ്റുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവരൊക്കെ ലൈഫിൽ ചിലപ്പോൾ അങ്ങേ അറ്റം പരീക്ഷണങ്ങളിലേക്ക് പോയിട്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ച് പറന്നുയർന്നു വന്ന് വിജയിക്കുന്നു അല്ലേ. അപ്പോൾ ലൈഫിലെ പരാജയങ്ങളെന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇനി എനിക്കൊരു മടക്കയാത്ര ഇല്ല എന്ന് ചിന്തിക്കരുത്. ഏതവസ്ഥയിലാണെങ്കിലും അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പരാജയം, അത് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണോ വന്നത്, അതോ തളർത്താൻ വേണ്ടിയിട്ടാണോ വന്നത്? ഒരു ചെറിയ കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നു. അത് ചിലപ്പോൾ ഒരു 100 പ്രാവശ്യം വീഴും, ചിലപ്പോൾ ഒരു 200 പ്രാവശ്യം വീണ് എഴുന്നേറ്റും ഈ കുഞ്ഞൊരിക്കലും ചിന്തിക്കുന്നത് എനിക്കൊരിക്കലും നടക്കാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അതല്ല, ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അത് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? പല പരാജയങ്ങളും വരുമ്പോൾ ആ ഒരു സ്വപ്നം തന്നെ ഉപേക്ഷിക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അടിയറവ് പറയുന്നു. ശരിയല്ലേ? പരാജയം നമുക്ക് 3 സമ്മാനങ്ങൾ നൽകും. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തത് വിനയം. വിജയിച്ചു കഴിയുമ്പോൾ ചിലരുടെ ഉള്ളിൽ അങ്ങ് ഒരു ഈഗോ ജനിക്കും, ഒരു അഹങ്കാരം, ഒരു ഞാനെന്ന ഭാവം, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിനയം ജനിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അനുഭവം അല്ലേ. ജീവിതത്തിൽ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഏറ്റവും വലിയ അറിവാണ് ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. ജീവിത പാഠത്തേക്കാൾ വലിയ പാഠപുസ്തകമില്ല എന്ന് പറയാറില്ലേ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും സ്റ്റുഡൻസിന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം ഈ അറിവുകളൊക്കെ ഞാൻ പുസ്തകത്തിൽ വായിച്ചു മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടാണ് ഞാൻ ഓരോ സ്റ്റുഡൻസിനും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നതും അവർക്ക് കറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അതുപോലെ തന്നെ മക്കളെ, പുതിയ വഴികൾ നമുക്ക് കിട്ടും. അതായത് നമ്മൾ പരാജയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ജോലിയിലാണ് എന്ന് വിചാരിക്കുക. ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജോലി എനിക്ക് സൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് എന്നിൽ നിന്ന് പോയത്. ഉടനെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ ഉടനെ കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എൻ്റെ ജീവിതം അവിടെ തീർന്നു എന്ന് ചിന്തിക്കരുത്. നിങ്ങൾക്കറിയില്ലേ, എനിക്ക് എൻ്റെ ജോലി കോവിഡിൻ്റെ സമയത്താണ് നഷ്ടപ്പെടുന്നത്. ആ ജോലി നഷ്ടപ്പെടുമ്പോൾ കോവിഡിൻ്റെ സമയത്ത് പുതിയൊരു ജോലി കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു. ഞാൻ പല വാതിലിലും മുട്ടി നോക്കി, ഒരു വാതിലും എനിക്ക് വേണ്ടി തുറന്നില്ല. പക്ഷേ ഞാൻ ആദ്യം കുറേ കരഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നറിയോ? ഞാനൊരു എംപ്ലോയിയിൽ നിന്നും ഒരു ഓൺട്രപ്രണറായി മാറി. ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകയായി, ഒരു സക്സസ്ഫുൾ സംരംഭകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലൈഫിലെ പരാജയങ്ങൾ നല്ലതിനാണോ, നമുക്ക് മോശം അവസ്ഥ വരാനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മക്കളെ, നിങ്ങൾ പരാജയപ്പെടുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കാനും നിങ്ങളുടെ ആ വീഴ്ചയിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ കളിയാക്കുന്ന സമയത്ത് അയ്യോ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ആ കളിയാക്കുന്നവരെ കൊണ്ട് നാളെ നിങ്ങൾ കൈയടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ തകർന്നടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അവിടുന്ന് ഉയർന്നു വന്ന് നമ്മളെ കളിയാക്കുന്നവരൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം തന്നെ നിങ്ങളൊരു ബുക്കിൽ ഒരു ഫ്രഷ് പേജ് എടുത്തിട്ട് എഴുതും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പരാജയം എന്താണ്? ആ പരാജയം നിങ്ങൾക്ക് തന്ന 3 പാഠങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തമായിട്ട് 1, 2, 3 എന്നെഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതേണ്ടത്, ഈ പരാജയത്തിൽ നിന്നും നിങ്ങൾ പാഠം പഠിച്ചു. ഇനി അടുത്ത നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് നമുക്കൊരു ക്ലാരിറ്റി വരിക, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരാജയം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ എൻഡ്, ഇറ്റ്സ് ദ ബിഗിനിങ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഞാൻ തരുന്ന മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞാൻ വീണ്ടും തുടങ്ങും എന്ന്.
നിങ്ങളുടെ ആ ഒരു കമൻ്റ് ആയിരിക്കും ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ മാറ്റുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർ എഴുതുന്ന ഒരു കമൻ്റൊക്കെ ആയിരിക്കും ഒരു വ്യക്തിയുടെ ലൈഫിനെ തന്നെ ടോട്ടലി മാറ്റുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ വിശ്വസിക്കുകയാണ് ഞാൻ പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മക്കളെ, ഒരുപാട് പേര് ടീച്ചർമാ സിൽവർ ക്ലാസ്സിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ദിവസവും കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ജൂലൈ 2-ാം തീയതിയാണ് നമ്മൾ സിൽവർ ക്ലാസ് ആരംഭിച്ചത്. അടുത്ത ഒരു 5 ദിവസത്തെ, അതായത് ജൂലൈ 2, 3, 4, 5, 6, 6-ാം തീയതി വരെ 5 ഡേയ്സ് കൂടെ അഡ്മിഷനുണ്ട്. നിങ്ങൾ ജൂലൈ 6 വരെ കാത്തു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആസ് എർലി ആസ് പോസിബിൾ ജോയിൻ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്രമ ഡേ 5 കഴിയുമ്പോൾ ഡേ 6-ൽ ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് എല്ലാം നല്ല രീതിയിൽ കവറാവും. നിങ്ങളുടെ ലൈഫ് തന്നെ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യുന്ന ക്ലാസ്സാണ് നമ്മുടെ സിൽവർ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് 9567274997 എന്ന നമ്പറിൽ ഇപ്പം തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. സ്റ്റുഡൻസ് പറയാറുണ്ട് ടീച്ചർമാ, കോടിക്കണക്കിന് രൂപ വില കൊടുത്താൽ കിട്ടാത്തത്രയും സന്തോഷവും സക്സസ്സുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഏതൊരു വ്യക്തിയുടെയും ലൈഫ് മാറിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ മക്കൾ ദിവസേനയുള്ള ഈ മോർണിംഗ് മോട്ടിവേഷനൊപ്പം ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മോർണിംഗ് മോട്ടിവേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും മാറ്റമാണെങ്കിൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്താലുള്ള വ്യത്യാസം എന്തായിരിക്കും? അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആകാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മൈൻഡിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാം, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത് പാസ്റ്റ് ട്രോമാസ് ഒക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ടൈം ഹാപ്പിനെസ്സിലെത്തും. 24/7 ഹാപ്പിനെസ് ഗ്യാരൻറ്റീഡ് ആണ് നമ്മുടെ ക്ലാസ്സിൽ. ടീച്ചർമാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 24 മണിക്കൂർ നമുക്ക് നല്ല സന്തോഷത്തോടെ ഇരിക്കാം. പലരും ചോദിക്കുന്ന കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് പുറത്തുമുട്ടി എങ്ങനെ പോസിറ്റീവ് ചിന്തയിലേക്ക് എത്താം. അതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് 1 മാസത്തെ ക്ലാസ്സാണ്. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടെ ഇരുത്തി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ തറാപറ എഴുതിക്കുന്ന പോലെ ടീച്ചർമാർ കൂടെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ക്ലാസ്സാണ്. ആരും മിസ് ചെയ്യരുത്. ഇപ്പം മിസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ ടീച്ചർമാർക്ക് എല്ലാവരോടും പറയാനുള്ളത്, എത്ര പരാജയം വന്നിട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ കറക്റ്റ് സംഭവിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചിലപ്പം വിചാരിക്കാത്ത പല കാര്യങ്ങൾ വരും, അപ്രതീക്ഷിതമായിട്ട് പലതും സംഭവിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരാഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അമ്മാവൻ മരണപ്പെട്ടു പോയി. പെട്ടെന്ന് എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു കാര്യമാണ്. അതെന്നെ മാനസികമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അറിയുമ്പോൾ ഒരു ഇത് വരുമല്ലോ. ഓക്കെ, എനിക്ക് തളർന്നിരിക്കാനും കരഞ്ഞുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ലക്ഷക്കണക്കിന് പേര് ടീച്ചർമാർ എന്ന് പറയുന്നൊരു എന്താ പറയുക ആശ്രയം, അവരുടെ ഒരു തണലാണ്, ഒരു വെളിച്ചമാണ്. അപ്പം ഞാൻ കരഞ്ഞ എൻ്റെ മക്കൾ കൂടെ കരയാൻ തുടങ്ങും. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് സർക്കസിലെ കോമാളിയെ പോലെ ഒരിക്കലും കരയാൻ പറ്റില്ല, ചിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ എനിക്കുമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ടീച്ചറമ്മയ്ക്ക് വിജയിക്കാൻ വരുന്നത്. അപ്പോൾ എൻ്റെ മക്കളോടും എനിക്ക് പറയാനുള്ളത്, എത്ര പരാജയം ഉണ്ടാവട്ടെ, ആ പരാജയത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് മുന്നോട്ട് പോകണം. സ്കൈ ഈസ് യുവർ ലിമിറ്റ് മക്കളെ, സ്കൈ ഈസ് യുവർ ലിമിറ്റ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.